വടക്ക് കിഴക്കൻ ഡൽഹിയിലെ ന്യൂ ഉസ്മാൻപൂരിൽ ഒരു 17-കാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. പ്രായപൂർത്തി പോലും ആകാത്ത ഒരാൺകുട്ടിയെ എന്തിനാകും അവർ കൊന്നിട്ടുണ്ടാവുക? ഇത്ര ചെറുപ്രായത്തിൽ തന്നെ അവനോട് ശത്രുതയും വൈരാഗ്യവും ഒക്കെ തോന്നിയത് ആർക്കായിരിക്കും? ബുധനാഴ്ച പുലർച്ചെയാണ് 17 വയസ്സുകാരനായ സായിദ് കുത്തേറ്റ് മരിച്ച വിവരം പുറംലോകം അറിയുന്നത്. വടക്ക് കിഴക്കൻ ഡൽഹിയിലെ ന്യൂ ഉസ്മാൻപൂർ പ്രദേശത്തെ ഒരു പാർക്കിലായിരുന്നു 17-കാരന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. പ്രദേശവാസികളുടെ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് ന്യൂ ഉസ്മാൻപൂർ പോലീസ് സ്റ്റേഡിയത്തിൽ നിന്നുള്ള ഒരു സംഘം പോലീസ് എത്തി കുട്ടി മരിച്ചതായി സ്ഥിരീകരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഫോറൻസിക് സംഘം എത്തി മറ്റ് വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ്. വ്യക്തിവൈരാഗ്യമാണോ ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. സംഭവത്തിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 103 പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിഷയത്തിൽ ഒരു പ്രദേശവാസിയുടെ പ്രതികരണം കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. जैसे हम राउंड पे आए, राउंड मारते हुए देखा हमने जिम के पास अगर कोई डेड बॉडी पड़ी है, हमने 112 पे कॉल करी। 112 पे कॉल करने के बाद हमारे पास 2 से 4 मिनट में सारा स्टाफ आ चुका था। पीसीआर भी है, उसके बाद सारे अपना उस्मानपुर का थाना। तो जी सर ये लमसम हमने 40 पे कॉल करी है, तो हाँ तो 5:45 बजे स्टाफ हमारा पूरा आ चुका है। उसके बाद भी हमारे पास एसएचओ साहब से लेके एसीपी साहब तक यहाँ पर मौजूदगी में है हमारे पास. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ഇപ്പോൾ നടന്നു വരികയാണ്. കൊലപാതകത്തിൽ ഉൾപ്പെട്ടവരെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും ഒന്നിലധികം ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അപ്പോഴും അവിടെ അവശേഷിക്കുന്ന സംശയം എന്തെന്നാൽ വെറും ഒരു 17 വയസ്സുകാരൻ എങ്ങനെ എന്തിനു വേണ്ടി കൊല്ലപ്പെടണമെന്നതാണ്. സായിദ് പാർക്കിലേക്ക് എത്തിയത് എപ്പോഴായിരുന്നു? അവിടെ അവനെ കാത്തുനിന്നത് ആരായിരുന്നു? കൊലപാതകത്തിന് പിന്നിൽ ഒന്നിലേറെ സംഘങ്ങളുണ്ടോ എന്നതൊക്കെ ഇനി പുറത്തു വരേണ്ടുന്ന തെളിവുകളാണ്. വ്യക്തിവൈരാഗ്യമാണോ കൊലപാതകത്തിന് കാരണമെന്ന പോലീസിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത് യഥാർത്ഥ പ്രതികളിലേക്ക് തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.